തിരശീല വീഴ്ത്തിക്കൊണ്ടുള്ള ഫൈനൽ മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് പോരടിച്ചുകൊണ്ട് ആ മൂന്ന് ജലരാജാക്കന്മാർ കരിനാഗങ്ങളെ പോലെ ചീറിപ്പാഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട കമന്റേറ്റർ നമ്മുടെ പ്രിയപ്പെട്ട ജോസ് സക്രിയ സാറിനെ ഒന്നോർത്തു പോവുകയാണ്. ഒരു അച്ചുതണ്ടില് കുറച്ച് തുഴകളൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിച്ചാൽ, അത് ഒന്ന് യാന്ത്രികമായി ചലിപ്പിച്ചാൽ അതിൽ നിന്ന് ആ മനോഹരമായി വരുന്ന ആ പങ്കായകളുടെ സുന്ദരമായിട്ടുള്ള കാഴ്ചയൊക്കെ എങ്ങനെ നമുക്ക് മുൻപിലൂടെ കടന്നു വരുമ്പോൾ മൂന്ന് വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിച്ച് വരുന്നു. എനിക്ക് തോന്നുന്നു ഒരു തുഴപ്പാട് മുന്നിൽ മടപ്പളാതുരുത്താണോ? ഇല്ല, ചെറിയ വണ്ടികളുണ്ട്. നമ്മുടെ അടിയത്ത് നിന്നൊക്കെ എണീറ്റ് നിന്ന് അങ്ങനെ കുത്തിയെറിയുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആവേശം പോരെ കേട്ടോ, നിങ്ങളുടെ കയ്യടികൾ പോരെ കേട്ടോ. നമ്മുടെ അവസാന മത്സരത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ മൂന്ന് കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം മത്സരിച്ച് വരുന്നു. ചെറിയ വണ്ടിതൻ ശ്രീമുരുകൻ മടപ്പളാതുരുത്ത് ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ശ്രീമുരുകൻ ഒരു മണിയോർ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ കടന്നു വരുമ്പോൾ സൺറൈസ് തുഴച്ചിൽക്കാരങ്ങനെ തുഴകൾ എറിഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ചെറിയ വണ്ടിതൻ സൗഹൃദ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ അത്തുഴയാളികള് അത്തുഴക്കരുത്ത് കാട്ടിക്കൊണ്ട് നമുക്ക് മുൻപിലേക്ക് കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന മടപ്പളാതുരുത്ത് ഈ സീസണിലെ ആദ്യ വിജയം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി മടപ്പളാതുരുത്ത് ദേശക്കാരുടെ ആ പൊന്നോമന പുത്രൻ ഒരൽപ്പം മുൻപിലല്ലേ. എന്തായാലും ഡിമക്സ് ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള മടപ്പളാതുരുത്ത് ഒരൽപ്പം മുൻപിലായിട്ട് കടന്നു വരുന്നെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ചെറിയ പണ്ഡിതനുണ്ട്, ശ്രീമുരുകനുണ്ട്. ആര് വിജയിക്കും, ആര് പരാജയപ്പെടും? ഇതാ അവസാന വിജയപ്പെടുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് നോക്കിക്കേ. എത്ര ശക്തമായ മത്സരം! ആര് വിജയിക്കും? ശ്രീമുരുകനാണോ അതോ നമ്മുടെ മടപ്പളാതുരുത്താണോ അതോ ചെറിയ പണ്ഡിതനാണോ? ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാടിക്കൊണ്ട് ചെറിയ പണ്ഡിതൻ മടപ്പളാതുരുത്ത്, ശ്രീമുരുകൻ ഒപ്പത്തിനൊപ്പം കട്ടക്കട്ട്. എത്ര സുന്ദരം, എത്ര സുരഭിതം, എത്ര മനോഹരം! മടപ്പളാതുരുത്താണോ അതോ നമ്മുടെ പ്രിയപ്പെട്ട ചെറിയ പണ്ഡിതനാണോ? ശ്രീമുരുകനാണോ? മടപ്പളാതുരുത്ത് ചെറിയ പണ്ഡിതൻ ശ്രീമുരുകൻ ആവേശത്തോടെ നിലകൊള്ളുന്നുണ്ട്.